റസൂലുള്ളാഹിനോട് പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. മാമലകൾ ആ ഹബീബിനെ സ്വീകരിച്ചു, എല്ലാവരും സ്വീകരിച്ചു. അതാണ് നമ്മുടെ നേതാവ്, നമ്മുടെ കരടിൻ്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിയുടെ മക്കയാണോ, ആ റസൂലുള്ളാഹിന്റെ മദീനയാണോ ലോകത്ത് ഏറ്റവും പവിത്രതയുള്ള ഭൂമി? പണ്ഡിതന്മാരിങ്ങനെ ചർച്ച ചെയ്തു. മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ട മദ്ഹബിന്റെ ഇമാമിമാരിൽ പ്രഗൽഭനായ പണ്ഡിതനാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഈ മഹാന്മാരൊക്കെ പറയുന്നു, മക്കയേക്കാൾ ലോകത്ത് ഏറ്റവും പവിത്രതയുള്ളത് അത് പരിശുദ്ധ റസൂൽ അന്തി ഉറങ്ങുന്ന മദീനക്കാണെന്ന് പറയുമ്പോ ആ മദീനയോടും മക്കയോടും ഒരു വിശ്വാസിയുടെ ഹൃദയം നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കണം. എന്തിനാണ് ആ മക്കയോടും മദീനയോടും നമ്മുടെ മനസ്സിങ്ങനെ ബന്ധപ്പെടുന്നത്? അത് ഹബീബിനോടുള്ള മഹബത്തിന്റെ ഭാഗമായാണ്, ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ്. മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലോകത്ത് ഏറ്റവും പവിത്രതയുള്ള മണ്ണ് അത് മക്കയല്ല, അത് മദീനയാണ്. എന്തിനാണ് അവർ മദീനയ്ക്ക് ഇത്രമേൽ വലിയ മഹാത്മ്യം നൽകിയത്? മക്കേ സേ ഇസ്ലിയേ ബി അഫ്സൽ ഹുവാ മദീന, ഹിസ്സേ മേ ഉസ്കെ ആയാ മീഠേ നബി കാ റൗസ. മക്കയേക്കാൾ മദീന ഉത്കൃഷ്ടമായതാകാനുള്ള കാരണം, മക്കയേക്കാൾ മദീന പവിത്രതയുള്ള മണ്ണാകാനുള്ള കാരണം ഒന്നേ ഉള്ളൂ, ഹിസ്സേ മേ ഉസ്കെ ആയാ മീഠേ നബി കാ റൗസ. ആ മദീനയിലാണല്ലോ മധുവൂറും റൗളയുള്ളത്, ആ മദീനയിലാണല്ലോ റസൂലുള്ളാഹിന്റെ റൗളയുള്ളത്. ആ റൗള ശരീഫ് നിലകൊള്ളുന്നത് കൊണ്ടാണ് മക്കയേക്കാൾ മദീന പവിത്രതയുള്ള ഭൂമിയായി മാറിയത്. കവിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കണ്, റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിൽ ചാലിച്ചുകൊണ്ട് കവിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ആൻസൂ ജലക് പടി, ആൻസൂ ജലക് പടി, और बेताब हो गया दिल जिस वक्त मैंने देखा मीठे नबी का रौज़ा. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന ഞാൻ കണ്ടപ്പോൾ, റസൂലുള്ളാഹിന്റെ മദീന എൻ്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ, ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ആ പരിശുദ്ധമായ മണ്ണ് കണ്ടപ്പോൾ, മദീന കണ്ടപ്പോൾ, എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. और बेताब हो गया दिल, എൻ്റെ ഹൃദയം അസ്വസ്ഥഭരിതമായി, എൻ്റെ ഹൃദയം വിജൃംഭിതമായി പോയി. ജിസ് വക്ത് മൈനെ ദേഖാ മീഠേ നബി കാ റൗസ. അല്ലാഹുവിന്റെ റസൂലിന്റെ മധുവൂറും റൗള എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ മിഴികൾ കൊണ്ട് ആദ്യമായി കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊലിക്കാൻ തുടങ്ങിയെന്ന് കവിശ്രേഷ്ഠൻ പാടുമ്പോ അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹോഗി ശഫാഅത്തുസ്കി, അവിടെ കിടക്കുന്ന ആളുടെ ശഫാഅത്തുണ്ട്. ഹോഗി ശഫാഅത്തുസ്കി, ആ മദീനയുടെ മണ്ണിൽ കിടക്കുന്ന ആളുടെ ശഫാഅത്തുണ്ട്. ആർക്ക്? ജിസ്നെ മദീന ആക്കർ, ആരാണോ ആ മദീനയിലേക്ക് കടന്നു വരുന്നത് അയാൾക്ക് നാളെ അവിടെ കിടക്കുന്ന രാജകുമാരന്റെ ഹബീബിന്റെ ശഫാഅത്തുണ്ടെന്ന്
ഹബീബിന്റെ വാക്കുകളിലൂടെ കവിശ്രേഷ്ഠൻ പാടുകയാണ്. കാരണം അത് ഹബീബിന്റെ മണ്ണാണ്. ആ മണ്ണിലേക്ക് ആരെങ്കിലും തൻ്റെ മനസ്സുകൊണ്ട് പ്രവേശിച്ചാൽ ആ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുമെന്നാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പുണ്യ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന അവസ്ഥ നൽകണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർക്ക് നൽകണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന. ഇങ്ങനൊക്കെ പറയുമ്പോൾ കഅബാലയത്തിന്റെ പവിത്രത നിഷേധിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കഅബേ കി അസ്മതോം കാ, കഅബേ കി അസ്മതോം കാ മുൻകിർ നഹീ ഹോ ലേകിൻ കഅബേ കെ ഭീ ഹെ കഅബ മീഠേ നബി ക റൗസ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കഅബാലയത്തിന്റെ പവിത്രതയെ ഞാൻ നിഷേധിക്കുകയാണെന്ന് നിങ്ങൾ പറയണ്ട. ഞാൻ മദീനയാണ് ലോകത്തെ മഹത്വമുള്ള മണ്ണെന്ന് പറയാനുള്ള കാരണം കഅബേ കെ ഭീ ഹെ കഅബ, കഅബാലയത്തിന്റെ കഅബ ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു മറുപടിയാണുള്ളത്. കഅബാലയത്തിന്റെ കഅബ ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമാണുള്ളത്. അത് പരിശുദ്ധ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. കഅബയുണ്ടാകാനുള്ള കാരണക്കാരൻ, കഅബാലയം നിർമ്മിക്കാനുള്ള കാരണക്കാരൻ ആരാണോ? ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഖ്ലാഖ്. നബിയേ, അങ്ങില്ലായിരുന്നുവെങ്കിൽ നാം ഒരു പടപ്പിനെയും ഒരു സൃഷ്ടികളെയും നാം ഇവിടെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്നാണ്. അല്ലാഹു ഈ ഭൂമിയെ, ലോകത്തെ, ബ്രഹ്മാണ്ഡ കടാകത്തെ ഉണ്ടാക്കാനുള്ള കാരണക്കാരൻ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് മദീനയാണ് ലോകത്തിന്റെ കഅബ, കഅബാലയത്തിന്റെ കഅബ മദീനയാണ്. അതുകൊണ്ട് കഅബയാലയത്തിന്റെ കഅബയായ മദീനയാണ് ലോകത്ത് ഏറ്റവും പുണ്യമുള്ള സ്ഥലം. തുർബത്തുൽ മദീന അഫ്ളലു തുറബിൽ അർദ്. ഭൂമിയിൽ ഒരുപാട് മണ്ണുണ്ട്, പക്ഷേ ഈ മണ്ണുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമായ മണ്ണ് അത് മദീനയുടെ മണ്ണാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും പവിത്രതയുള്ള മണ്ണ് മദീനയുടെ മണ്ണാണ്. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? അള്ളാന്റെ റസൂലിന്റെ മദീനയുടെ മണ്ണ് എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും അഫ്ളലായ മണ്ണായി മാറിയത്? റസൂലുള്ള പറഞ്ഞില്ലേ, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം, എൻ്റെ മിമ്പർ നിൽക്കുന്ന സ്ഥലം, അതിൻ്റെ ഇടയിൽ കാണുന്ന കുറഞ്ഞ ഏരിയയുണ്ടല്ലോ, ഇന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന. അത് സ്വർഗത്തിൻ്റെ ഒരു പൂങ്കാവനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അത് ഹബീബിന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ മദീന ലോകത്ത് ഏറ്റവും പവിത്രതയുള്ള മണ്ണാണ്.